സർ, ഈ അർബെക്സ് നോളജ് പാർക്ക് എന്താണ് ശരിക്കും ഇതിൽ മീൻ ചെയ്യുന്നത്? ഓക്കെ, അർബെക്സ് നോളജ് പാർക്ക് എന്ന് പറയുന്നത് ഒരു പുതിയൊരു കൺസെപ്റ്റ് ആണ് ആക്ച്വലി. അതായത് ഇൻഡസ്ട്രിയെ അക്കാഡമിയുമായിട്ട് ബന്ധിപ്പിക്കുക, ഒരു ഇൻഡസ്ട്രി ഇൻ്റഗ്രേറ്റഡ് കൺസെപ്റ്റ് കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് സ്റ്റാർട്ടഡ് ഒരു 1 year ആയിട്ട് നമ്മൾ ഉണ്ട്, എഡ്യൂക്കേഷനിലുണ്ട്. ഒരു 8 വർഷത്തോളം നമുക്ക് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ട്, ബേസിക്കലി ഇൻ ലോജിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിച്ചതെന്ന് പറയുന്നത് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ. ഇപ്പം സ്കില്ലിങ് ആഗ്രഹിക്കുന്ന, എഡ്യൂക്കേഷനിൽ താല്പര്യമില്ല, നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അത് കൊച്ചു കുട്ടികളായിക്കൊള്ളട്ടെ മുതിർന്നവരായിക്കൊള്ളട്ടെ, അവർക്കൊക്കെ ഒരുപോലെ ബെനിഫിറ്റ് വരുന്ന, അല്ലെ നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്കില്ലപ്പ് ചെയ്യാനും, അത് ജോബ് ഓറിയന്റഡ് ആയിരിക്കാം, അല്ലെ, അല്ലെങ്കിൽ അവർ പാഷനേറ്റ് ആയിട്ടുള്ള ഡൊമൈനിലേക്ക് അവരെ എത്തിക്കുക, കരിയർ പിടിച്ചുയർത്തുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അർബെക്സ് നോളജ് പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ, ക്യാമ്പസ് ആണോ? ഞാനിവിടെ വന്നപ്പോൾ തന്നെ കുറെ ഫെസിലിറ്റീസ് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ ഒരു ഫെസിലിറ്റി കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഏത് കാറ്റഗറിയിലാണ് കൂടുതൽ ഇവിടെ വരുന്നത്? മനസ്സിലായി. അപ്പം ഇതൊരു ക്യാമ്പസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതൊരു കോളേജാണ് ആക്ച്വലി. കോളേജ് സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട്, ബേസിക്കലി സ്കില്ലപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. വി ആർ ലൊക്കേറ്റഡ് ഇൻ ക്യുസാറ്റ്, നിയർ ബൈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. തൃക്കാക്കരയാണ് വരുന്നത്. അപ്പോൾ ഈ സ്കിൽ ക്യാമ്പസിനകത്ത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള മേഖലകളുണ്ട്. അപ്പം റീസെന്റ് സ്റ്റഡീസിൽ തന്നെ പറയുന്ന ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു വലിയ ബൂമിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണല്ലോ. ഇപ്പൊ വിഴിഞ്ഞം പറയുന്നുണ്ട്, കൊച്ചി പോർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇൻഡസ്ട്രി ഈസ് എക്സ്പാൻഡിങ് ലോജിസ്റ്റിക്സ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രികൾ ഉണ്ടാവും തോറും, കമ്പനികൾ ഉണ്ടാവും തോറും ഒരുപാട് ഈ അക്കൗണ്ടിങ് മേഖല, ഫിനാൻസ് മേഖല വളർന്നു വരുന്നു, അല്ലെ. ഫിനാൻസ് എന്ന് പറയുന്ന ഒരു അനദർ സെക്ടറാണ്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് സെക്ടറുകളിലേക്ക് കുട്ടികളെ സ്കില്ലപ്പ് ചെയ്യുക. ഓഫീസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ എല്ലാ കമ്പനികൾ എടുത്താലും ഓഫീസ് ഉണ്ടാവില്ല, ഓഫീസ് ബാക്ക് ഓഫീസ് പ്രോസസ്സുകൾ ഉണ്ടാവും. അതിലേക്ക് ജോലി സാധ്യതകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക, അതിലേക്ക് കുട്ടികളെ സ്കില്ലപ്പ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ വളരെ പാഷനേറ്റ് ആയിട്ട് കുട്ടികൾ ചൂസ് ചെയ്യുന്നതാണ് ഏവിയേഷൻ പൈലറ്റ് മേഖല എന്ന് പറയുന്നത്. പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്, എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എത്തിപ്പെടാൻ മാത്രം പറ്റുന്നതാണ്. അപ്പൊ അതിനൊരു വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. സോ പൈലറ്റ് ട്രെയിനിങ്ങിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട്. ഏവിയേഷൻ ട്രെയിനിങ്, അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞ പോലെ കൊച്ചുകുട്ടികളെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കൊച്ചുകുട്ടികൾക്ക് എന്താണ്, ട്യൂഷൻ ആണല്ലോ. അവർക്കൊരു എക്സ്ട്രാ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ട്യൂഷനാണ്. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഒരു എക്സാം പ്രിപ്പറേഷൻ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ എത്രാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾക്ക്, 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഉള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻസ് വരെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുതിർന്നവർക്ക്, ഇപ്പം അവരുടെ പേരൻസ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, വാട്ട് ദേ ഹാവ് ഹിയർ, ഓഫ് കോഴ്സ് സ്കില്ലിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വെൽനെസ് പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, യോഗ പോലുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ യോഗ സ്റ്റുഡിയോ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് യോഗയിലെ ടീച്ചേഴ്സ് ആവണം, ഇപ്പൊ യോഗ ട്രെയിനേഴ്സ് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് കോഴ്സുകൾ ഒക്കെ കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അയാൾക്ക് എന്ത് പാഷനാണ് എന്നുള്ളത് ഇവിടെ ഒന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു അതെ. അതായത് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടല്ലേ. അപ്പം അവർക്ക് പല ഓപ്ഷൻസ് നോക്കണം. അപ്പം എന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു റിക്വയർമെന്റ് ഇവിടെ ഉണ്ടോ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ അവർക്ക് എല്ലാ ഓപ്ഷൻസുകളും നമ്മൾ കൊടുക്കുകയാണ്. സ്കില്ലപ്പ് ചെയ്യാനുള്ളതും കരിയർ അപ്ഗ്രേഡ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് നമ്മൾ തയ്യാറാക്കണം. അത് ഒരു നല്ലൊരു ഫെസിലിറ്റി എല്ലാ പേർക്കും, എല്ലാ സ്റ്റുഡൻസിനായാലും യങ്സ്റ്റേഴ്സ് കാറ്റഗറിയിലുള്ള എല്ലാ പേർക്കും ഒരു നല്ല ഫെസിലിറ്റി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് വരുന്നത്. എന്തൊക്കെയാണ് ഫെസിലിറ്റീസ്? ഓക്കെ, അപ്പോൾ ഒരു ക്യാമ്പസ് ആണെന്ന് പറഞ്ഞല്ലേ, നമ്മളൊരു കോളേജിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? അവിടെ ക്ലാസ് റൂംസ് ഉണ്ട്, ലാബുകൾ വരും അല്ലേ, പിന്നെ അധ്യാപകർ, കൾച്ചറൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കഫറ്റേരിയ വിൽ ബി ദെയർ, ആൻഡ് ദെൻ ഗെയിംസ് അല്ലെ, ഇതൊക്കെ ഉണ്ട്. അപ്പം സാധാരണ ഒരു സ്കില്ലിങ്ങിന് അങ്ങനെ കാണാറില്ല അല്ലെ പൊതുവെ. ഇപ്പൊ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് കഴിഞ്ഞു ഒരു കമ്പ്യൂട്ടർ സെന്ററോ അവിടെ പോയി ട്രെയിൻ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ, ആൻഡ് ദെൻ ഗോ ടു ഹോം, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു കൊച്ചു കുട്ടികളുണ്ട്, +2 കഴിഞ്ഞ കുട്ടികൾ സ്കില്ലപ്പ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലെ. അവരും +2 കഴിഞ്ഞ ജോലി നോക്കുന്ന കുട്ടികളുണ്ടാവും. അവര് ഹയർ എഡ്യൂക്കേഷനിലോട്ട് പോകണ്ട, എനിക്കൊരു ഡിഗ്രി വേണ്ടെന്ന് ചിന്തിച്ചിട്ട് ഓക്കെ ഒരു സ്കില്ല് ഫോക്കസ് ആവും, ജോലിക്ക് പോകാന്നുള്ളത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടത് എന്താണ്, ഒരു നല്ല ഒരു ക്യാമ്പസ്
അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കുട്ടിക്ക് നല്ല വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയുള്ള ക്ലാസ് റൂംസുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സിമുലേഷൻസ് ലാബ്, അതായത് പഠനം എന്ന് പറയുന്നത് ഒരു ജോബിനെ സിമുലേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവരികയാണ്. ഇപ്പം ലോജിസ്റ്റിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ലോജിസ്റ്റിക്സിന്റെ രീതിയിലുള്ള ലാബുകൾ, കമ്പ്യൂട്ടർ, അതായത് ബേസിക്കലി IT അല്ലെങ്കിൽ ഓഫീസ് മാനേജ്മെന്റ് പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓഫീസ് ഫെസിലിറ്റി പോലുള്ള ക്ലാസ് റൂംസുകൾ കൊടുക്കുക. അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഫെസിലിറ്റിയിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്, റിസോഴ്സസിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ, അതായത് നമ്മുടെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പൊ അവര് ആൾറെഡി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് സോ ദേ ഓപ്റ്റ് ആഫ്റ്റർ ദാറ്റ് എൻ്റെ ഒരു റിട്ടയർമെന്റ് സമയത്ത് അല്ലെങ്കിൽ എനിക്കിനി നെക്സ്റ്റ് ലെവൽ ഒരു ട്രെയിനർ ആവണം എന്ന് പാഷനേറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് നമ്മുടെ ട്രെയിനേഴ്സ്. ലോജിസ്റ്റിക്സ് ആയിക്കൊള്ളട്ടെ, അത് ഏവിയേഷൻ ആയിക്കൊള്ളട്ടെ, പൈലറ്റ് ട്രെയിനിങ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഓഫീസ് മാനേജ്മെന്റ് ആയിക്കൊള്ളട്ടെ. അപ്പൊ ആ രീതിയിൽ പോകും. പിന്നെ അതോടൊപ്പം തന്നെ കൾച്ചറൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പം ഡേ ബൈ ഡേ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് അവയർനെസ് പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ, എക്സ്പേർട്സ് പുറത്തുനിന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, പിന്നെ അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസും അതും വേണമല്ലോ. പഠനം മാത്രം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രം പോരാ, അവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് എന്റർടൈൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇറ്റ് ഈസ് ഓൾസോ റിക്വയർഡ്. സോ ഒരു 400 പീപ്പിളിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഒരു സെമിനാർ ഹാള് വി ഹാവ് ഉണ്ട്. പിന്നെ അതേപോലെ ലെഷർ റൂമുകൾ, ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റുമല്ലോ കുട്ടികൾക്ക്, അത് ടേബിൾ ടെന്നീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ച് കുട്ടികളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം. പിന്നെ അതേപോലെ നമ്മുടെ വെൽനസ് യോഗ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു സർട്ടിഫൈഡ് യോഗ ട്രെയിനേഴ്സ് കുട്ടികൾക്കായിട്ട്, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും റെഗുലറായിട്ട് ഇവിടെ സ്കില്ലപ്പ് ചെയ്യുന്ന കുട്ടികൾക്കും ഒക്കെ യോഗ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളായിട്ട് തന്നെ അതിന്റെ കരിക്കുലത്തിൽ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ട് അപ്പൊ ഒരു ഓവറോൾ ഒരു ഹോളിസ്റ്റിക്സ് ഡെവലപ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു കംപ്ലീറ്റ്ലി ഒരു ഹോളിസ്റ്റിക് ലെവൽ ഡെവലപ്മെന്റ് നമ്മൾ ആണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ജോബ് സ്ട്രെസ് അങ്ങനെ പോവാണ്ട് ജോബ്, യോഗ, കുറച്ചുകൂടി മെന്റലി ആണെങ്കിലും എല്ലാവരും ഒന്ന് നന്നായിട്ട് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒന്ന് അടിപൊളിയാവാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അങ്ങനെയല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ പഠിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് എപ്പോഴും പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ പഠനം നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് കൊടുക്കുക. അപ്പൊ എപ്പോഴും എന്റർടൈൻമെന്റ് എന്ന് പറയുന്നതല്ല, ലൈഫ് സ്കിൽസ് ക്വാളിറ്റി എന്നൊക്കെ പറയത്തില്ലേ നമ്മള്. അതായത് നമുക്ക് വേണ്ടത് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ ഇതൊക്കെ വന്നു ചേരുന്നത് അത്തരത്തിലുള്ള പ്രാക്ടീസുകൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അല്ലെ, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, പിന്നെ ടൈം മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവം. ഇതൊക്കെ കളികളുടെ രൂപത്തിലും ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കുക. അതൊരു സ്റ്റേജ് നിൽക്കുമ്പോൾ ഒരു കോൺഫിഡൻസ്. എക്സാക്ട്ലി. അപ്പം സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അപ്പം എപ്പോഴും നമ്മളിപ്പം ഞാനായാൽ പോലും പണ്ട് ഫേസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പം വെൻ വി ഗോട്ട് ആൻ എക്സ്പോഷർ നമ്മൾ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ എക്സ്പോഷർ ഇവിടെ കൊടുക്കാം നമുക്ക്, അല്ലെ. അപ്പം സംസാരിക്കാൻ പറയുമ്പോൾ കുട്ടികൾ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറയുമ്പോൾ അവരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും, അവരെ ജഡ്ജ് ചെയ്യരുത് നമ്മൾ, അല്ലെ. അപ്പൊ നിങ്ങൾ അങ്ങനെ മാറണം, അങ്ങനെയല്ല. അക്സെപ്റ്റ് ദം. See, they have a fluency, they have a confidence level. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വളരെ ഫ്രണ്ട്ലി മാനർ, അല്ലെങ്കിൽ വളരെ മെന്ററിങ് മാനർ. ഞാൻ ഫ്രണ്ട്ലി എന്ന് ഉദ്ദേശിച്ചത് മെന്ററിങ് എന്ന് ഉദ്ദേശിക്കില്ല, ഒരു ഗൈഡിങ്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങൾ തെറ്റ് പറഞ്ഞോട്ടെ, തെറ്റിലൂടെ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് വരുന്നത്. യെസ്. ഇപ്പൊ നമ്മള് ഡിഗ്രിയിൽ നമ്മള് പല പേപ്പേഴ്സും നമ്മൾ എഴുതുന്നുണ്ട്. പക്ഷെ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും അവര് ഒരു സ്കില്ലും അവർക്ക് കിട്ടാത്തൊരു രീതിയിലാണ് കുറെ കുട്ടികളും ഡിഗ്രി കഴിഞ്ഞ് പാസ്സായിട്ട് വെറുതെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ജോബ് അപ്ലൈ ചെയ്യാനും പേടിയാണോ എന്തുകൊണ്ടാന്ന് അറിയില്ല, അവര് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ആ ജോബ് കണ്ടിന്യൂ ചെയ്യുന്നില്ല, പഠിക്കുന്നത് ചെയ്യുന്നില്ല. അപ്പൊ എനിക്കൊന്നും 3 വർഷം ഇത്ര പേപ്പേഴ്സ് പഠിച്ചിട്ട് അവര് ഒന്നിൽ ഫോക്കസ്ഡ് ആവാണ്ട് പോകുന്നു എന്നുള്ളൊരു തോട്ട്. അതെ. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് പേരൻസ് തൊട്ടുണ്ട്. ഇതിനു മുമ്പും ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം, ഞങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു കംപ്ലീറ്റ് അവയർനെസ് ഇല്ല. നമ്മളിപ്പം BBA കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, അവിടെ സെർട്ടൈൻ വേർഡ്സ് വിൽ ബി ദർ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. അതൊരു കൺവെൻഷനലി അവരുടെ മൈൻഡിൽ കയറി പറ്റിയിട്ടുണ്ട്. കിട്ടാത്തവരെന്ത് ചെയ്യും, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ അവരെ മെന്റർ ചെയ്യാൻ ആരുമില്ല. ഇപ്പൊ BCom-കാര് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പം അതില് ഭൂരിഭാഗം കുട്ടികൾക്കും അക്കൗണ്ടന്റ് ആകണം എന്നുള്ളത്. ചില കുട്ടികൾക്ക് അക്കൗണ്ടന്റ് ആകാതെ വേറെ എന്ത് കരിയർ ഓപ്ഷൻ ഉണ്ട് എന്നുള്ള അറിയില്ല.
സോ ദെൻ they will go for any job, എന്തെങ്കിലും പോയി വെക്കുക, and then they will regret in the future that അയ്യോ ഞാൻ പഠിച്ച കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നത്. സ്കിൽ ഓറിയന്റഡ് ആവുന്നില്ല അവര്. ഇല്ല, അത് ഇറ്റ്സ് എ വേ ദാറ്റ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രോബ്ലം ആണ്. പക്ഷേ ഇറ്റ്സ് ഈസി, അതായത് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് വളരെ ഷോർട്ട് ടേം ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഈസി ആയിട്ട്. ബട്ട് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്, കുട്ടികളുടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, അവർക്കൊരു പ്രോപ്പർ അവയർനെസ് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാനാണ് നമ്മൾ ഇവിടെ അർബെക്സ് നോളജ് പാർക്കിൽ നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പൊ അക്കൗണ്ടന്റ് ആയിട്ട് വരുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അക്കൗണ്ടന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെ? വെറുതെ ഒരാൾക്ക് പോയി അക്കൗണ്ടന്റ് ആവാൻ പറ്റില്ല. അതിന് ചില കോമ്പിറ്റൻസീസ് ഉണ്ട്, ചില സ്കിൽ സെറ്റുകൾ ഉണ്ട്. ആ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കില്ലാകാം, അതിൽ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽ ആകാം. അപ്പൊ ഇത് അവന് പറഞ്ഞു, അത് മാത്രം അവന് പറഞ്ഞു കൊടുക്കുക, അല്ലെ? ആ കാര്യങ്ങൾ അവൻ കറക്റ്റായിട്ട് പഠിക്കുകയാണ്, ചെയ്തു പഠിക്കുകയാണെങ്കിലോ അവന് ഒരു ഇന്റർവ്യൂവിന് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ചോദിക്കുന്ന ചോദ്യങ്ങളെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ ടെക്നിക്കൽ റൗണ്ടിൽ അവൻ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ആണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ, ആ ടെസ്റ്റ് കറക്റ്റായിട്ട് ആൾക്ക് പാസ് ആവാൻ പറ്റും. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം ഇതിന് വേണ്ടി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഐ എം റെഡി ടു ഗിവ് 6 months ടൈം ആൻഡ് ട്രസ്റ്റ് എപ്പോഴും വേണം. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു ട്രസ്റ്റ് വേണം. എപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെ? എന്താണ് പിന്നോട്ട് വലിക്കുന്ന? ആൾക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സെൽഫ് ഡൗട്ട് ആവും. അല്ല, ഡൗട്ട് ആവും, അതല്ല ഇതല്ല, ഇതാണ് വലിയ കാര്യം, അതാണ് വലിയ കാര്യം, കൺഫ്യൂസ്ഡ് ആവും. സ്റ്റക്ക് ആവുന്നത് അങ്ങനെയാണ്. പാവം, അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ആക്ച്വലി. അത് മാറ്റം. അപ്പൊ ശരിക്കും അവരുടെ പാഷൻ എന്താന്നുള്ളത് അവർക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവും. നമ്മുടെ സമൂഹത്തില് അതായത് ആർട്ടിസ്റ്റുകളുണ്ട്, അല്ലെ? അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ലെവലിൽ ചിന്തിക്കുന്നവർക്ക് ഏതെല്ലാം രീതിയിൽ പോകാം, അല്ലെ? കണ്ടന്റ് ഡെവലപ്പേഴ്സ് ആയിട്ട് പോകാം, കണ്ടന്റ് റൈറ്റേഴ്സ് ആയിട്ട് പോകാം. അതൊക്കെ വളരെ റിക്വയർഡ് ആയിട്ടൊരു ഒരു റിക്വയർമെന്റ് ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരു ജോബ് പ്രൊഫൈലുകളാണ്. ഏത് കമ്പനി എടുത്താലും ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ടല്ലേ, അവിടെയൊക്കെ നമുക്ക് കണ്ടന്റ് റൈറ്റേഴ്സിനെ, കണ്ടന്റ് ഡെവലപ്പേഴ്സിനെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പം ആ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് സ്കില്ലപ്പ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഏത് ഡിഗ്രി ആയിക്കോട്ടെ, നിങ്ങൾ എന്താണ് പാഷനേറ്റ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചത് ഇരുന്നോട്ടെ, പഠിച്ചത് എനിക്ക് വേണ്ട, ചിലപ്പം അറിയാതെ ഒരു അവസരത്തിൽ ജോയിൻ ചെയ്ത് പോയതാകാം. ഇപ്പൊ ഡിഗ്രി ചില ആൾക്കാർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന, ഒരുപാട് പേര് എഞ്ചിനീയറിംഗിൽ പോകാറുണ്ടല്ലോ, എല്ലാവരും വില്ലിംഗ് ആയിട്ടല്ല പോകുന്നത്. പക്ഷെ അവന്റെ മനസ്സിൽ എവിടെയോ എന്താണ്, നമ്മള് 3 Idiots സിനിമ കണ്ടിട്ടുള്ള, അപ്പൊ അതിനകത്തൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹീസ് ഇൻ ടു ഫോട്ടോഗ്രാഫി ആളുടെ, ബട്ട് ഹീസ് സക്സസ്ഫുൾ ഇൻ ദാറ്റ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഓപ്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്, ആ ഒരു വഴി അവർക്ക് തെളിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം ദി കൗൺസിലിംഗ് സെക്ഷൻ അവരെ മനസ്സിലാക്കുക, ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കി എടുക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഇതല്ലേ, ദീസ് ആർ ദ ഓപ്ഷൻസ് ഹിയർ, യു ക്യാൻ പിക്ക് അപ്പ്, അല്ലേ? Pick that and move on with us. So we are ready to support you in all the means. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തരികയാണ്. ആൻഡ് ദാറ്റ് ആ കോൺഫിഡൻസിലൂടെ ഡെഫിനറ്റ്ലി there is an assurance, അത് എന്റെയും ഉറപ്പാണ്, they will get placed. ഓക്കെ, അഷുറൻസ് പറഞ്ഞപ്പോഴാണ് ഈ ഒരു പ്ലേസ്മെന്റിലോട്ടുള്ള അവരുടെ ആ ഒരു പാത്തില് ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? മീൻസ് നിങ്ങളുടെ ഈ ക്യാമ്പസ് അവർക്ക് കൊടുക്കുന്ന മനസ്സിലായി. ഞാനൊരു സ്കിൽഡ് കാൻഡിഡേറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളവര്, നല്ലൊരു വ്യക്തിയെ ക്രിയേറ്റ് ചെയ്യുക, എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അല്ലെ? സാഹചര്യങ്ങളോട് അഡോപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന, അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരു വ്യക്തി ഒക്കെയാണ് ഇപ്പോൾ സമൂഹത്തിന് ആവശ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിന് ഒരു പ്രോപ്പർ കരിക്കുലം ബി റിക്വയർഡ്, അല്ലെ? ടെക്നിക്കലിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിനും ഒക്കെ ഒരുപാട് ബന്ധമുണ്ട്. ഇതെല്ലാം വച്ചുകൊണ്ട് കുട്ടികളെ ഡേ ബൈ ഡേ ആയിട്ട് മോൾഡ് ചെയ്തെടുക്കുക, ആ സീരിയസ്നെസ് അവരുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുകയാണ്. ആൻഡ് ദെൻ ദി എൻഡ് എഗെയിൻ ഒരു പ്രോസസ്സിൽ വരും. പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, ആൻഡ് ദെൻ വി ഹാവ് ടു റിവൈസ് ഇറ്റ്, അല്ലെ? അത് നമ്മളൊന്ന് മോക്കപ്പ് ടെസ്റ്റ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തി അവർക്ക് എഗെയിൻ കോൺഫിഡൻസ് ഒന്നുകൂടി ബിൽഡ് ചെയ്യാണ്. തോറ്റുപൊക്കോട്ടെ, നമ്മൾ എപ്പോഴും നമുക്ക് ക്ഷമ വേണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമ, പേഷ്യൻസ് എന്ന് പറയുന്നത്. 1 കിട്ടില്ല കുഴപ്പമില്ല, 2 കിട്ടില്ല, 10 കിട്ടില്ല, വി മസ്റ്റ് ഹാവ് ദ പേഷ്യൻസ് ആൻഡ് കൺസിസ്റ്റൻസി. ആ 10 നമുക്ക് കിട്ടിയില്ലെങ്കിലും വീണ്ടും ട്രൈ ചെയ്യുക. സോ വിൽ ബി there with them, and the end definitely you'll acquire if you follow that is your requirement എന്ന് മനസ്സിലാക്കി കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ പുറകെ പോയാൽ ഉറപ്പായിട്ടും ആൾക്ക് അത് കിട്ടും. സോ വി ആർ ഹിയർ ടു സപ്പോർട്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസ് ജോയിൻസ് ഹിയർ എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ശരിക്കും
നമ്മുടെ സ്കില്ലിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ പേഴ്സണാലിറ്റി ആണ് അവിടെ അവർ ജഡ്ജ് ചെയ്യുക. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. പേഴ്സണാലിറ്റി, നമ്മുടെ ബിഹേവിയർ, അല്ലെ, ആറ്റിറ്റ്യൂഡ്. ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, CGPA 8, 9 എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന എന്താണ്, ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ ഫെയിലായി പോയി. പക്ഷെ വളരെ CGPA കുറഞ്ഞ ഒരു ബാക്ക് ബെഞ്ചർ ആദ്യമേ ജോലിക്ക് കയറുന്ന അവസരം. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ദ എക്സ്പോഷർ ദാറ്റ് നമ്മള് വലിയ ആളാകുക എന്നുള്ളൊരു സംഭവമല്ല, അല്ലെ. നമ്മൾ എല്ലാം അഡോപ്റ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യണം. അത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സിൻസിയർ ആയിട്ട് മറുപടി പറയണം. ചില കുട്ടികൾക്ക് നാണമാണ്, അല്ലെ, നല്ല സ്കില്ലായിരിക്കും, മാർക്കൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ പതറിപ്പോവും, അല്ലെ, അവർക്കൊരു പേടി. അപ്പൊ അവര് വിചാരിക്കും ഞാൻ നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ആ ജസ്റ്റേഴ്സും കാര്യങ്ങളും ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു റിക്രൂട്ടറിന് മനസ്സിലാവും. അതിൽ നിന്നായിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് റൗണ്ടിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പൊ കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമ്മൾ ഡേ ബൈ ഡേ റെഡിയാക്കി അല്ലെ, ഒരു ലൊജിക്കൽ തിങ്കിങ്ങിലേക്ക്, ലൊജിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം. അല്ലെങ്കിൽ റാഷണലൈസ്ഡ് തോട്ട്സ് എന്ന് പറയും. എന്റെ പർപ്പസ് എന്താണ്, ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ ഫിയർ അല്ല. ഇതെനിക്ക് കിട്ടണ്ട, കുഴപ്പമില്ല, അല്ലെ. ആ ഇന്റർവ്യൂവറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് എന്റെ പർപ്പസ് 15 minutes ഐ എം ഗോയിങ് ടു സ്പെൻഡ്, ഐ ഹാവ് ലേൺ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, ചോദിച്ചാൽ എനിക്ക് ആൻസർ ഇല്ലാതായിക്കൊള്ളട്ടെ, എന്നിരുന്നാലും ഞാൻ തോറ്റുപോയാൽ ഐ വിൽ ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. ആ കോൺസെപ്റ്റിൽ നമ്മൾ പോകണം, ഇന്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്യണം. ചിലപ്പം ഫസ്റ്റിൽ കിട്ടും, ചിലപ്പോൾ സെക്കൻഡിൽ കിട്ടും, ചിലപ്പോൾ ഒന്നിലും കിട്ടില്ല. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഡെഫിനറ്റ്ലി യു വിൽ. അപ്പൊ അത് അവരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ദൗത്യം എന്ന് പറയുന്നത്. യെസ്.